നമസ്കാരം. പാനമ കനാൽ, പനാമ കനാൽ എന്നും ചിലപ്പോഴൊക്കെ പറയും. പാനമ കനാലിലൂടെ കപ്പലുകൾ കടത്തിവിടുന്ന വിദ്യയും കപ്പലുകൾ കടന്നുപോകുന്ന കാഴ്ചയും വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്, മനോഹരവുമാണ്. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് പാനമ കനാൽ. 110 വർഷം മുമ്പ് 1914 നിർമ്മാണം പൂർത്തിയാക്കി കപ്പലുകൾ കടത്തിവിട്ടു തുടങ്ങിയ കനാൽ 1851 മുതൽ 33 വർഷം 10,000-കണക്കിന് തൊഴിലാളികൾ പണിയെടുത്ത് നിർമ്മിച്ചതാണ് ഈ കനാൽ. യൂറോപ്പ്, ഈസ്റ്റ് ഏഷ്യ, ഓസ്ട്രേലിയ പ്രദേശങ്ങളിലേക്കുള്ള കപ്പലുകൾക്ക് 2000 നോട്ടിക്കൽ മൈലുകൾ ലാഭിക്കാവുന്ന കനാൽ. ഇതിനകം 10 ലക്ഷം കപ്പലുകളെങ്കിലും കനാലിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നാണ് പാനമ കനാൽ അതോറിറ്റി പറയുന്നത്. സമുദ്രനിരപ്പിന് 26 മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച ഗാറ്റൂൺ തടാകത്തിലേക്കുള്ള ഇരട്ട ജലപാതകളാണ് പാനമ കനാൽ. പസഫിക് സമുദ്രത്തിൽ നിന്ന് തടാകത്തിലേക്കുള്ള 11 കിലോമീറ്റർ യാത്രയ്ക്കിടെ കനാലിൽ സജ്ജമാക്കിയ 3 ലോക്കുകളിൽ വെള്ളം നിറച്ച് തടാകത്തിന്റെ ഉയരമായ 86 അടി ഉയരത്തിലേക്ക് കപ്പലിനെ ഉയർത്തുന്നു. 430 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ തടാകം കപ്പൽ കടക്കണം. വീണ്ടും കനാലിലെ 3 ലോക്കുകളിലായി ജലനിരപ്പ് താഴ്ത്തി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ എത്തിച്ചാണ് കപ്പലുകളെ കടത്തിവിടുന്നത്. ഓരോ ലോക്കിനും 65 അടി നീളവും 82 അടി ഉയരവും 6.5 അടി കനവുമുള്ള 2 വാതായനങ്ങളുണ്ട്. ഇവ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് കനാലിലെ ജലനിരപ്പിൽ വ്യതിയാനം വരുത്തുന്ന സംവിധാനമാണ് കനാലിലുള്ളത്. പാനമ കനാലിലൂടെ കപ്പലുകൾ കടത്തിവിടുന്ന വിദ്യയും കപ്പലുകൾ കടന്നുപോകുന്ന കാഴ്ചയും വളരെ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്, മനോഹരവുമാണ്. കനാലിലെ ജലനിരപ്പിൽ വരുത്തുന്ന വ്യതിയാനത്തിൻ്റെ രേഖാചിത്രം മുകളിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ.